ചില ആളുകൾക്ക് നടുവേദന കാലിലോട്ട് ഇറങ്ങുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അതായത് ബാക്ക് പെയിൻ തുടങ്ങിയിട്ട് അത് കാലിലോട്ട് ഇറങ്ങി, കാലിലോട്ട് തരിപ്പ്, കടച്ചില്, കാലിലോട്ട് ഒരു ബലം കിട്ടുന്നില്ല. ഇത്തരം കണ്ടീഷൻസ് എത്രയും പെട്ടെന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ നമുക്ക് ഒരു തളർച്ച വന്നു കഴിഞ്ഞാൽ അതൊരു പെർമനന്റ് ആയിരിക്കും. കാലിന്റെ ബലം പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ഊരവേദന, നടുവേദന കാലിലോട്ട് ഇറങ്ങുന്നു, അതുപോലെ കാലിന് ഒരു തളർച്ചയും തരിപ്പും, കാൽ മൊത്തം തരിച്ചിരിക്കുന്നുള്ള കണ്ടീഷനുകൾ ഒരിക്കലും നമ്മൾ സ്വയം ചികിത്സക്ക് മുതിരരുത്. പ്രോപ്പർ ആയിട്ട് ഒരു MRI പോലുള്ള ടെസ്റ്റുകൾ ചെയ്താലാണ് അതിന്റെ കാരണം നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം ചെറുതാണെന്നുണ്ടെങ്കിൽ ചില കേസുകളിൽ നമുക്ക് മരുന്ന് മതിയാവും, ചില കേസുകളിൽ ഇഞ്ചക്ഷൻസ് വേണ്ടി വരും, ചില കേസുകളിൽ നമുക്ക് സർജറി പോലത്തെ എൻഡോസ്കോപ്പി പോലത്തുള്ള പ്രൊസീജിയേഴ്സ് വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇത്തരം കണ്ടീഷൻസിൽ അഥവാ നമ്മുടെ നടുവേദന കാലിലോട്ട് ഇറങ്ങുക, കാലിലൊരു തളർച്ച പോലെ വരിക, നടത്തത്തിലൊരു വെച്ചുപോക്ക്, മൂത്രമൊഴിക്കുമ്പോൾ ഒരു കൺട്രോൾ കിട്ടുന്നില്ല, ഇത്തരം കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഒരു റെഡ് ഫ്ലാഗ് ആണ്. അതൊരു പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ചുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഡയഗ്നോസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചിലപ്പോൾ പെർമനന്റ് ആയി പോകും. കാലിലെ ബലം പിന്നെ തിരിച്ചു കിട്ടാതാവാം, മൂത്രത്തിന്റെ കൺട്രോൾ ചിലപ്പോൾ തിരിച്ചു കിട്ടാതാവാം. അപ്പോൾ അതിന്റെ കാരണം ചിലപ്പോൾ ചെറിയൊരു ഡിസ്ക് ആയിരിക്കും. അപ്പോൾ അത് കണ്ടെത്തി അതിന് പ്രോപ്പറായി ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.